ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേൺ നൗ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് യൂണിറ്റ് 7 പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ എന്നുള്ളൊരു ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഓൾറെഡി നമ്മൾ ഒരുപാട് ടോപ്പിക്സുകൾ ഉണ്ട്. ഒരു അത്യാവശ്യം വലിയൊരു യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മളൊരു 6 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ തന്നെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഹൂക്സ് ലോ, പിന്നെ അതിന്റെ കുറച്ച് ടോപ്പിക്കുകൾ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, അങ്ങനത്തെ കുറെ മോഡുലസുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയ പാസ്കൽസ് ലോ ആണ് അല്ലെ, അത് അതിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നോക്കിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെയ്നോൾഡ്സ് നമ്പർ, അത് വരുന്ന കുറച്ച് ബെർണോളിസ് തിയറം, അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സർഫസ് എനർജി, ടെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിരുന്നു. പിന്നെ ഹീറ്റ്, അടുത്തൊരു നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹീറ്റ്, ടെമ്പറേച്ചർ, അങ്ങനത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഹീറ്റിന്റെ ട്രാൻസ്ഫറുകൾ, അങ്ങനെ ഒരു വലിയൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ വലിയൊരു മൊഡ്യൂളാണ് ഈ പറയുന്ന യൂണിറ്റ് 7 പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസുകളും കുറച്ച് ഇക്വേഷൻസും മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ ആദ്യം ആ ഒരു 6 മൊഡ്യൂൾസ് നമ്മൾ 6 പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ കേട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് കേട്ടിട്ട് എക്സാമിന് പ്രീവിയസ് ആയിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് മാത്രമേ നമ്മൾ ഇതിൽ പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബോഡി നമുക്ക് ഒരു ഡീഫോമിംഗ് ഫോഴ്സിലേക്ക് പോയിരിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പെർ യൂണിറ്റ് ഏരിയയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു ഡീഫോമിംഗ് ഫോഴ്സുകളാണ് അല്ലെ. അപ്പൊ മാത്തമാറ്റിക്കലി നമ്മൾ അതിനൊരു ഇക്വേഷൻ അല്ലെങ്കിൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സ്ട്രെസ് വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നാണ് കൊടുക്കുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, എ എന്ന് പറയുന്നത് ഏരിയ. അതായത് എത്രത്തോളം നമ്മൾ ഫോഴ്സ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് m(L⁻⁻1 t⁻⁻2) ആണ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ലോജിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്താന്ന് നോക്കിയിട്ടുണ്ട്, ടെൻസൈൽ സ്ട്രെസ് നോക്കിയിട്ടുണ്ട്, അതുപോലെ കംപ്രസീവ് സ്ട്രെസ്, ദെൻ ടാൻജൻഷ്യൽ, അതല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെസ്. അപ്പൊ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ജസ്റ്റ് പേരുകൾ മാത്രമേ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. ഓക്കെ, അടുത്തതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ ഫോഴ്സ്, അതല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുകയാണ്. അപ്പൊ ആ ബോഡി എന്ത് ചെയ്യണം, ചില ഡീഫോർമേഷനിലേക്ക് മാറുകയാണ് അല്ലെ. ചില ഡീഫോർമേഷൻ, അതായത് ഒരു സിംഗിൾ ഫോഴ്സോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സിസ്റ്റം ഓഫ് ഫോഴ്സ് നമ്മൾ ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡി എന്ന് പറയുന്നത് ഒരു ഡീഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ അല്ലെ. അപ്പൊ ആ ഒരു ഡീഫോർമേഷൻ ഒരു പെർ യൂണിറ്റ് ലെങ്ത്തിൽ എത്രത്തോളം വന്നിട്ടുണ്ട്, എത്രത്തോളം ഡീഫോർമേഷൻ ആണ് ഒരു യൂണിറ്റ് ലെങ്ത്തിൽ വന്നിരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു വേർഡ് കൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഡീഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയാം. ഒരു യൂണിറ്റ് ലെങ്ത്തിൽ വന്നിരിക്കുന്ന ഡീഫോർമേഷനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ദെൻ അതിന്റെ കുറച്ച് ടൈപ്സുകളാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അതുപോലെ തന്നെ ടാൻജൻഷ്യൽ അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെയിൻ ഓർ വോളിയമെട്രിക് സ്ട്രെയിൻ. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻസും വരുന്നുണ്ട്, അത് നോക്കണം. ഞാൻ ജസ്റ്റ് പേരുകൾ മാത്രമേ ഈ ഒരു സ്ലൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ലോ ആണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ ഡീഫോർമേഷൻ ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെയിൻ ഓഫ് ദ ബോഡി. അപ്പോൾ ഒരു ചെറിയ ഡീഫോർമേഷൻസിൽ സ്ട്രെസ് അതിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് അതിൽ കൊടുത്തിരിക്കുന്ന സ്ട്രെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെസ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് K എന്ന് പറയുന്നത്. അപ്പൊ K is equal to എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു K എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വിച്ച് ഈസ് ആ Kയുടെ പറയുന്നതാണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, Kനെ പറയുന്നതാണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. സോ SI യൂണിറ്റ് ഓഫ് K എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇതാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രാഫ്. ഫ്രം 0 to A എന്ന് പറയുന്നത് ഇവിടെ ഹൂക്സ് ലോ അപ്ലിക്കബിൾ ആണ് ഈ ഒരു ഏരിയ വരെ, ബിക്കോസ് ദ സ്ട്രെസ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് വരുന്നത്. ഓക്കെ, ഫ്രം A to B നമുക്ക് ഇവിടെ ഒറിജിനൽ റീഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, ബോഡിയുടെ ആ ഒരു ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ സ്ട്രെസ്സും സ്ട്രെയിനും നമുക്ക് എന്താണ് പറയുന്നത്, വിച്ച് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ആൻഡ് ദെൻ ഈ ഒരു പോയിന്റ് B ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ യീൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമ്മൾ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രൊപ്പോർഷൻ, അതായത് ഒരു പെർമനന്റ് സെറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ബോഡി ആ ഒരു ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാനായിട്ട്
സാധിക്കില്ല. ഓക്കെ, ദെൻ നമുക്ക് ഇനി അടുത്തൊരു പോയിന്റ് ആണ് ലോവർ yield പോയിന്റ്, ദെൻ ബ്രേക്കിംഗ് സ്ട്രെസ് ആൻഡ് ഫ്രാക്ചർ പോയിന്റ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് എലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടെമ്പററി ഡിലേ വരുന്നുണ്ട് ആ ഒരു ഒറിജിനൽ കോൺഫിഗറേഷൻ. അപ്പൊ നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് അതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ആ ഒരു എലാസ്റ്റിക് ഒബ്ജക്റ്റ് അതിന്റെ ഒറിജിനൽ കോൺഫിഗറേഷനിലേക്ക് എത്തുന്നതിന് ഒരു ചെറിയൊരു ഡിലേ കാണുന്നുണ്ട്. ഒരു ടെമ്പററി ഡിലേ നമുക്ക് ആ ഒരു ഒറിജിനൽ കോൺഫിഗറേഷൻ എത്തിക്കുന്നതിന് റീഗെയിൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്മോൾ ഡിലേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് നമ്മൾ അതൊന്ന് റിമൂവ് ചെയ്യുമ്പോൾ ആ ഒരു ഒറിജിനൽ ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒറിജിനൽ കോൺഫിഗറേഷനിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ഡിലേ എടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എലാസ്റ്റിക് ഫാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു റിപ്പീറ്റഡ് ആൾട്ടർനേറ്റിംഗ് ഡീഫോമിംഗ് ഫോഴ്സസ് ഓൺ ആൻ എലാസ്റ്റിക് ബോഡി. അപ്പോൾ അതായത് നമ്മളിപ്പോ ഒരു ഇതില് ആ ഒരു റബ്ബർ നമ്മൾ എന്ത് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ടൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു പഴയ എലാസ്റ്റിസിറ്റി നമുക്ക് അതിലുണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീണ്ടും അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നമ്മൾ കുറേ ദിവസം അതങ്ങനെ ഒരു ടൈറ്റ് ആയിട്ട് നമ്മൾ അത് കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആഫ്റ്റർ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അത് റിമൂവ് ചെയ്യുമ്പോൾ ആ ഒരു പഴയ റബ്ബർ ബാൻഡിന്റെ ആ ഒരു എലാസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിനുണ്ടാവില്ല. അതൊരു ചെറിയ രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ടാകും. അതിനെയാണ് എലാസ്റ്റിക് ഫാറ്റിക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഡിഫോമിംഗ് ഫോഴ്സ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ആ ഒരു ബിഹേവിയർ കുറച്ച് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും, എലാസ്റ്റിക് ബിഹേവിയർ റെഡ്യൂസ് ആകും. അതിനെയാണ് നമ്മൾ എലാസ്റ്റിക് ഫാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എലാസ്റ്റമർ. എലാസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താണ്, ചില ടിഷ്യൂസ് ലൈക്ക് അയോട്ട, റബ്ബർ, ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലാർജ് സ്ട്രെയിനിന് കാരണമാക്കാൻ പറ്റും. സ്ട്രെച്ച് ചെയ്ത് ലാർജ് ഒരു സ്ട്രെയിനിന് കാരണമാകും. അതിനെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെയാണ് നമ്മൾ എലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനെയാണ്. ഓക്കെ, എന്താണ് എലാസ്റ്റിക് മൊഡ്യൂളി നോക്കൂ. ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അല്ലെ, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ് എന്താന്ന് നോക്കിയിട്ടുണ്ട്, സ്ട്രെയിൻ എന്താന്ന് നോക്കിയിട്ടുണ്ട്, അതിന്റെ ഒരു റേഷ്യോനെയാണ് നമ്മൾ എലാസ്റ്റിക് മൊഡ്യൂളി അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അടുത്താണ് നമുക്ക് യങ്സ് മോഡുലസ്. അപ്പൊ ഇത് ഈ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹൂപ്സ് ലോ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറെ ഇക്വേഷൻസും കുറെ ടേംസും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓരോന്നും എന്താണെന്ന് നോക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനും സ്ട്രെയിനും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് നമ്മൾ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഇക്വേഷൻ ആണ് സിഗ്മ ബൈ ഗാമ എപ്സിലോൺ അല്ലെ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ് സിഗ്മ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് എപ്സിലോൺ എന്ന് പറയുന്നത്. സോ സിഗ്മ ബൈ എപ്സിലോൺ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽ എൽ ബൈ എൽ which is f into l by a into del l. ഇതാണ് നമുക്ക് യങ്സ് മോഡുലസിന് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യങ്സ് മോഡുലസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് y എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഷിയർ മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് സ്ട്രെസ്സിനും കറസ്പോണ്ടിങ് ഷിയറിംഗ് സ്ട്രെസ്സിനും സ്ട്രെയിനും തമ്മിലുണ്ടാവുന്ന ഒരു റേഷ്യോ ആണ്. ഓക്കെ, ഒരു ബോഡിയിൽ ഡെവലപ്പ് ആയിരിക്കുന്ന ഷിയറിംഗ് സ്ട്രെസ്സിനും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയറിംഗ് സ്ട്രെയിനും തമ്മിലുണ്ടാവുന്ന ഒരു റേഷ്യോനെയാണ് നമ്മൾ ഷിയർ മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ജി ആണ്. ജി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ് ബൈ എൽ ആണ്. അപ്പൊ അതിന് നമ്മൾ എഴുതുമ്പോൾ എഫ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽ എക്സ് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ടാൻ തീറ്റ. അതായത് എൽ ബൈ ഡെൽ എക്സിനെ നമുക്ക് ടാൻ തീറ്റ 1 ബൈ ടാൻ തീറ്റ എന്നുള്ള ഒരു ടേമിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ് വരുന്നതെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഇതിന് ഈക്വലന്റ് ആയിരിക്കും, തീറ്റയ്ക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഷിയറിംഗ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു സിഗ്മ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ബൈ എ ദാറ്റ് ഈസ് ജി ഇൻറ്റു തീറ്റ എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ എല്ലാ മെറ്റീരിയലിലും നമുക്ക് ഈ പറയുന്ന ജി എന്ന് പറയുന്നത് അതായത് ഷിയറിംഗ് മോഡുലസ് ജി വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/3 ഓഫ് യങ് മോഡുലസ് ദാറ്റ് ഈസ് y/3 ആയിരിക്കും. യങ്സ് മോഡുലസ് ഡിവൈഡ് ബൈ 3 ആയിരിക്കും നമുക്ക് ഷിയറിംഗ് മോഡുലസ് വരുന്നത്. ഓക്കെ, അടുത്തത് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലവന്റ് ഫോർ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എല്ലാത്തിനും നമുക്കിത് റിലവന്റ് ആണ്. ഓക്കെ, അതെന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ്സിനും വോളിയോമാട്രിക് സ്ട്രെയിനിലും ഉണ്ടാകുന്ന ഒരു റേഷ്യോ ആണ്. ആ ഒരു ബോഡിയിൽ പ്രൊഡ്യൂസ് ആയിരിക്കുന്ന നോർമൽ സ്ട്രെസ്സിനും വോളിയോമെട്രിക് സ്ട്രെയിനിനും വരുന്ന ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. സോ ബി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽ വി ബൈ വി ആണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് പി വി ബൈ ഡെൽ വി ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്യാസിന്റെ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും, എന്നാൽ ലിക്വിഡും സോളിഡിനും വരുന്ന ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഈ ഒരു ഗ്യാസസിൽ വരുന്ന ബൾക്ക് മോഡുലസ് രണ്ട് ടൈപ്സ് ആണ് വരുന്നത്. പേരുകളൊന്നും ഓർത്ത് വെച്ചാൽ മതി. ഐസോതെർമൽ ബൾക്ക് മോഡുലസും അതുപോലെ തന്നെ അഡിയാബാറ്റിക് ബൾക്ക് മോഡുലസും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്യാസസിൽ വരുന്ന ബൾക്ക് മോഡുലസ് 2 ടൈപ്സ് ആണ്, ഐസോതെർമൽ ആൻഡ് അഡിയാബാറ്റിക് ബൾക്ക് മോഡുലസ്. ഓക്കെ, അടുത്തത് കംപ്രസിബിലിറ്റി. കുറെ വേർഡുകൾ നമുക്ക് ഈ ഒരു കുറെ ടേംസുകൾ നമുക്ക് ഈ ഒരു സ്ട്രെസ് സ്ട്രെയിനിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഓരോ ടേംസും നമുക്ക് ഒരു റേഷ്യോ, ഒരു റിലേഷൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. സ്ട്രെസ്സും സ്ട്രെയിനും ഡിഫറെന്റ് ടൈപ്സിൽ വരുന്ന ലോഞ്ചിറ്റ്യൂഡിനലോ അല്ലെങ്കിൽ വോളിയോമെട്രിക് അങ്ങനെ വരുന്ന ആ ഒരു റേഷ്യോകളാണ് നമുക്ക് ഈ പറയുന്ന എല്ലാ ടേംസും വരുന്നത്. ഓക്കെ, അടുത്തതാണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. അത് ബൾക്ക് മോഡുലസിന്റെ ഒരു റെസിപ്രോക്കൽ ആണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ റെസിപ്രോക്കൽ ഓഫ് ദ ബൾക്ക് മോഡുലസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ K which is equal to 1/B ആണ്. P എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്, which is equal to minus of del V by PV ആണ്. ഓക്കെ, ഇതാണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് പോയ്സൺസ് റേഷ്യോ. Within elastic limit, the ratio of lateral strain to the longitudinal strain. Lateral strain-നും longitudinal strain-നും തമ്മിലുണ്ടാവുന്ന ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ആ ഒരു elastic limit-നുള്ളിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, so it is represented as PR, which is equal to lateral strain by longitudinal strain ആണ്, which is equal to minus del D by D whole divided by del L by L ആണ്. That is minus of L by D into del D by del L ആണ് വരുന്നത്. ഇതാണ് നമുക്ക് വരുന്ന പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇൻ എ സ്ട്രെച്ച്ഡ് വയർ. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാവുന്നത് എന്താ പറയണെന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് എ വയർ. ഒരു സ്ട്രെച്ചിങ് വയറിൽ വരുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, എഗെയിൻസ്റ്റ് ആയിരിക്കും. എന്തിന് എഗെയിൻസ്റ്റ് ആയിരിക്കും, ദ ഇന്റേണൽ റീസ്റ്റോറിംഗ് ഫോഴ്സിനായിരിക്കും. ഇന്റേണൽ റീസ്റ്റോറിംഗ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിരിക്കും. അതെന്ന് പറയുന്നത് അതിൽ തന്നെ അത് സ്റ്റോർ ചെയ്യുന്നത് ഒരു ഫോം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് W is equal to F/2 into del L എന്നാണ്. That is equal to 1/2 into F/A into del L by L into AL. That is WU is equal to അല്ലെങ്കിൽ W is equal to എന്താണ്, ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. അതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഡിഫോമിംഗ് ഫോഴ്സ് F ആണ്, ഇൻക്രീസിംഗ് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് M ആണ്. സോ വർക്ക് ഡൺ W is equal to എന്താണ്, ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഇൻക്രീസ്ഡ് ലെങ്ത് ആണ്. ഓക്കെ, സോ പ്രഷർ ഡ്യൂ ടു എ ഫ്ലൂയിഡ് കോളം. അപ്പൊ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. എന്താണ്, ഒരു പെർപെൻഡിക്കുലർ വെയിറ്റ്. ഓക്കെ, ഒരു സർഫേസിലുള്ള ഒരു പെർപെൻഡിക്കുലർ വെയിറ്റ്, ഒരു ഒബ്ജക്റ്റിന്റെ സർഫേസിലുള്ള ഒരു പെർപെൻഡിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് അത് ഡിവൈഡ് ആകുകയാണ് ആ ഒരു ടോട്ടൽ ഏരിയ. ഓക്കെ, അവിടെ എത്രത്തോളം ഫോഴ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ ആ ഒരു ഏരിയയിലേക്ക് അത് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ്. അതിനെയാണ് നമുക്ക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പെർപെൻഡിക്കുലർ വെയിറ്റ് ഓൺ ദ സർഫേസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ പെർപെൻഡിക്കുലർ വെയിറ്റ് ആണ് ആ സർഫേസിലേക്ക് കൊടുക്കുന്നത്. അതെന്ന് പറയുന്നത് ആ ഒരു യൂണിറ്റ് ഏരിയ, ആ ഒരു ഫോഴ്സ് എത്രത്തോളം ഭാഗങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അതിനെ ആ ഒരു യൂണിറ്റ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്താണോ അതാണ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്, ലെറ്റർ P ആണ്. ഓക്കെ, അപ്പൊ ഒരു പ്രഷർ ഡ്യൂ ടു ഫ്ലൂയിഡ് കോളം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അതിനെ കുറിച്ച് പറയുന്നത്, ആ ഒരു ഫ്ലൂയിഡിന്റെ ഡെപ്ത് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ആ ഒരു പ്രഷർ ഓഫ് ദ ഫ്ലൂയിഡ് നമുക്ക് ഇൻക്രീസ് ആകും. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് പ്രഷറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ദ പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് ദാറ്റ് ഇൻക്രീസസ് വിത്ത് ഫ്ലൂയിഡ്സ് ഡെപ്ത് ആൻഡ് വെയിറ്റ്. ആ ഒരു ഫ്ലൂയിഡിന്റെ ഡെപ്തും വെയിറ്റും ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ആ ഒരു ഫ്ലൂയിഡ് പ്രഷറും ഇൻക്രീസ് ആകും. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് പ്രഷറിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്, ഒരു പ്രഷർ, ഒരു ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തിനനുസരിച്ച് ഇൻക്രീസ് ആകും, ആ ഫ്ലൂയിഡിന്റെ ഡെപ്തിനും വെയിറ്റിനും അനുസരിച്ച് ഇൻക്രീസ് ആകും. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ പ്രഷർ ഓഫ് ദ ഫ്ലൂയിഡ് which is equal to P plus rho GH. What is P is equal to pressure at fluid which is equal to P plus P rho GH ആണ്. Where P എന്ന് പറഞ്ഞാൽ എന്താണ്, it denotes the pressure at the point of reference. അപ്പൊ ഏതൊരു പോയിന്റ് ഓഫ് റെഫറൻസ് വെച്ചിട്ടാണോ നമ്മൾ പ്രഷർ മെൻഷൻ ചെയ്യുന്നത് ആ ഒരു പ്രഷർ ആണ് P എന്ന് പറഞ്ഞ ഒരു ലെറ്ററിൽ ഡിനോട്ട് ചെയ്യുന്നത്. P ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സ്പെസിഫിക് പോയിന്റ്, ആ ഒരു ഫ്ലൂയിഡിന്റെ ഒരു സ്പെസിഫിക് പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് P ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. Then rho എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം ഡെൻസിറ്റി ആണ് അല്ലെ, ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിനെയാണ് റോ എന്ന് പറയുന്നത്. G എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതായത് G is equal to 9.8 meter per second square ആണ്. ആൻഡ് H എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പോയിന്റ് ഓഫ് റെഫറൻസിനെ ബേസ് ചെയ്തിട്ട് എത്രത്തോളം ഹൈറ്റ് വരുന്നുണ്ടോ അതാണ് H എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയുന്ന പ്രഷർ ഓഫ് ഫ്ലൂയിഡിന്റെ ഇക്വേഷൻ എന്താണ്, P plus rho GH ആണ്. ഓക്കെ,
ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ഒരു ലിക്വിഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് റോ ജി എച്ച്. ഓക്കെ, റോ ജി എച്ച് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ടു കാൽക്കുലേഷൻ ദ ലിക്വിഡ് പ്രഷർ. ഓക്കെ, റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂയിഡ് ഡെൻസിറ്റി. ആ ഒരു ലിക്വിഡിന്റെ ഫ്ലൂയിഡ് ഡെൻസിറ്റിയാണ് റോ ഡിനോട്ട് ചെയ്യുന്നത്. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആൻഡ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഫ്ലൂയിഡിന്റെ ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിന്റെ ഡെപ്തിനെയാണ് നമ്മൾ എച്ച് എന്നുള്ള ടേമിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലോ ഏതാണെന്ന് ചോദിച്ചാൽ പാസ്കൽസ് ലോ ആണ്. ഓക്കെ, അപ്പൊ നമുക്കതൊക്കെ അറിയുന്നതാണ്. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് പ്രഷർ എക്സേർട്ടഡ് ഇൻ സം ലിക്വിഡ് which is at rest is same in all the directions. അപ്പോൾ ഒരു റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ലിക്വിഡിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ എല്ലാ ഡയറക്ഷൻസിലും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഒരു എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിന്റെ, ഒരു വെസലിലുള്ള ഒരു ഫ്ലൂയിഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രഷർ എന്ന് പറയുന്നത് ഈക്വലി ആൻഡ് അൺഡയമെൻഷനലി ഇൻ ഓൾ ഡയറക്ഷൻസ്, എല്ലാ ഡയറക്ഷനുകളിലേക്കും നമ്മൾ അതിനെ പാസ് ചെയ്യുന്നുണ്ടാകും. എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആയിട്ടുള്ള, അതായത് ഒരു കുറവും വരാത്ത രീതിയിലുള്ള പ്രഷർ ആയിരിക്കും എല്ലാ ഡയറക്ഷൻസിലും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, it states that whenever external pressure is applied to any part of liquid, this pressure gets distributed in all directions equally. ഒരു എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ ഒരു ലിക്വിഡിലേക്ക്, ഒരു ലിക്വിഡിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ എല്ലാ ഡയറക്ഷനിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആകും. അതാണ് പാസ്കൽസ് ലോ എന്താണെന്നുള്ളത് പറയുന്നത്. അപ്പൊ വേറെ എന്തൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്? ഹൈഡ്രോളിക് ലിഫ്റ്റ്, ദെൻ ഹൈഡ്രോളിക് ജാക്ക്. These are the main applications of the Pascal's law എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ലിഫ്റ്റും ഹൈഡ്രോളിക് ജാക്കും ആണ്. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആണ് തരുന്നത് അല്ലേ? അതായത് ഫ്ലൂയിഡ് എങ്ങനെയാണോ ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതിനുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ തരുന്ന ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഫ്ലൂയിഡ് കൺസിഡർ ചെയ്തിരിക്കുകയാണ് നമ്മൾ. അപ്പൊ ഒരു ഫ്ലൂയിഡ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ ലെയർ ആയിട്ടാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ഫ്ലൂയിഡിനെ ലെയർ ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് കൺസിഡറേഷൻ ആണ്. സോ അത് ലാസ്റ്റ് ലെയർ ഉണ്ടാവില്ലേ, അതായത് ഏറ്റവും ലാസ്റ്റ് ബോട്ടം ലെയർ എന്ന് പറയുന്നത് അത് ആ ഒരു സോളിഡ് സർഫേസുമായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ പറയുന്ന ലെയർ എന്ന് പറയുന്നത് ഫ്ലോ ആവുന്നുണ്ടാവില്ല, മൂവ് ചെയ്യുന്നുണ്ടാവില്ല. അതിന് നമുക്ക് എന്തെന്ന് പറയാം? സ്ലൈഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ സ്ലിപ്പ് ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയാം. ഓക്കെ, അതായത് ഈ ഒരു ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർമോസ്റ്റിലുള്ള ആ ഒരു ലെയർ എന്ന് പറയുന്നത് ആ ഒരു സർഫേസുമായിട്ട് ടൈറ്റ്ലി സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഈ പറയുന്ന ലെയർ മൂവ് ചെയ്യുന്നുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ സ്ലിപ്പ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ഫ്ലൂയിഡും ഈ പറയുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതായത് ഏറ്റവും ഔട്ടർമോസ്റ്റിലുള്ള, ഏറ്റവും താഴെയുള്ള ഒരു ലെയർ എന്ന് പറയുന്നത് സർഫേസുമായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഈ ഒരു ടോപ്പ് ലെയർ ഉണ്ടാവില്ലേ, നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്, അതെന്ന് പറയുന്നത് നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ആ ഒരു ഡയറക്ഷനിലായിരിക്കും നമുക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മൾ പറയുന്ന ആ ഒരു വാട്ടർ, വെള്ളം നമുക്ക് ഫ്ലോ ആവുന്ന ഒരു ഇത് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇതായിരിക്കും നമുക്ക് ആ ഒരു പറയുന്നത് നമ്മുടെ ആ ഒരു സർഫേസുമായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് താഴെ നിന്നും മുകളിലേക്ക് പോകും തോറും, അല്ലെങ്കിൽ ഓരോ ലെയർ ആയിട്ട് കയറും തോറും വെലോസിറ്റി എന്ന് പറയുന്നത് കൂടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഏറ്റവും ലാസ്റ്റത്തെ ലെയറിൽ നമുക്ക് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? അത് ആ സർഫേസുമായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുകയായിരിക്കും അല്ലെ? എന്നാൽ തൊട്ട് മുകളിലുള്ളതിന് വെലോസിറ്റി കൂടും, തന്നെ അങ്ങനെ കൂടി ഏറ്റവും ഹയസ്റ്റ് വെലോസിറ്റി ഉള്ളത് ടോപ്പ് ലെയറിനായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന് നമുക്കൊരു വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയാം. ഓക്കെ, അതായത് ഈ ഒരു വെലോസിറ്റിയുടെ മെഷർ ആണ് ഈ പറയുന്ന ഓരോ ആരോയും കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫോഴ്സ്, ഇപ്പൊ ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക്, അല്ലെങ്കിൽ ഇതിനെ ഓപ്പോസിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നമുക്കൊരു റെസിസ്റ്റൻസ് ഇതിലുണ്ടാകും, ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഇതിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. അതെന്ന് പറയുന്നത് ആ ഒരു സർഫേസുകൾ തമ്മിൽ, രണ്ട് ലെയറുകൾ തമ്മിലുണ്ടാകുന്ന സർഫേസിന് പാരലൽ ആയിട്ടായിരിക്കും, അതായത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമുക്ക് പറയുന്ന റെസിസ്റ്റൻസ് നമുക്കിവിടെ ഒക്യൂർ ആവുന്നത്. ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതായത് വിസ്കോസിറ്റിയുടെ ഒരു മെയിൻ പ്രോപ്പർട്ടി ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത് നോക്കൂ, നമുക്ക് വെള്ളം ഇതിൽ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ കാരണം എന്താണ്? നമുക്ക് ആ ഒരു ഓപ്പോണന്റ് വരുന്ന, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ ഹണി നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഒഴുകുന്നത് അല്ലെ? വെള്ളം പോലെ അത്ര ഈസി ആയിട്ട് പോവില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ, ആ ഒരു വിസ്കോസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ഹണിയിൽ. അതുകൊണ്ട് നമുക്ക് ഹണി എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഫ്ലോ ആവില്ല.
എന്നാൽ വെള്ളം നമുക്ക് ഈസി ആയിട്ട് ഫ്ലോ ആവും. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് വെള്ളം ഫ്ലോ ആവുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഫസ്റ്റ് കൂടുതൽ വെലോസിറ്റി ആയിരിക്കും, പിന്നെ നമുക്ക് വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞ് ലാസ്റ്റ് നിൽക്കുന്നത് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ഈ പറയുന്ന നമ്മുടെ ആ ഒരു സർഫേസുമായിട്ട് സ്റ്റിക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് എന്ത് വെള്ളം ഒഴുകുന്നത് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഒഴുകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിലൊരു രണ്ട് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് വരുന്നുണ്ട്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഷിയറിംഗ് സ്ട്രെസ്സും റേറ്റ് ഓഫ് ഷിയറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ, അതായത് അതൊരു ലീനിയർലി ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൽ വരുന്ന ആ ഒരു സ്ലോപ്പ് ആണ് നമുക്ക് വരുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആ ഒരു വിസ്കോസിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഫ്ലൂയിഡ് ആണോ ഈ പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി ഫോളോ ചെയ്യുന്നത് നമുക്ക് അതിന് എന്ത് പറയാം, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയാം. ഓക്കെ, അതായത് ആ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷിയറിംഗ് സ്ട്രെസ്സും റേറ്റ് ഓഫ് ഷിയറും തമ്മിൽ ഫോളോ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലൂയിഡിനെ എന്ത് പറയാം, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് വാട്ടർ, മിൽക്ക്, ജ്യൂസ്, ഇതൊക്കെ ഈ പറയുന്ന ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൽ വരുന്നതാണ്. എന്നാൽ ചില ഫ്ലൂയിഡുകൾ ഈ പറയുന്ന ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല, അതായത് ഷിയറിംഗ് സ്ട്രെസ്സും ആ ഒരു ഗാമ വരുന്നുണ്ടല്ലോ, റേറ്റ് ഓഫ് ഷിയർ, അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഫോളോ ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് ദേ ആർ നോട്ട് ലീനിയർലി മൂവിങ് ആണെങ്കിൽ നമുക്ക് ആ ഒരു സച്ച് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിനെ എന്ത് പറയാം, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയാം. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 ടൈപ്സ് ആണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദി നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഷിയർ സ്ട്രെസിന്റെ എന്താണ്, സിഗ്മ ഇസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് പെർ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു V/m² എന്ന് എഴുതാം, ദാറ്റ് ഈസ് പാസ്കലിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ഷിയർ എന്ന് പറയുന്നത് du/dy ആണ്, ദാറ്റ് ഈസ് m/sm ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/s, അതായത് ഈ 2 m ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ എനിക്ക് എന്താണ് വരുന്നത്, ഈറ്റ അല്ലെങ്കിൽ മ്യൂയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് Pa/1/s ആണ്, ദാറ്റ് ഈസ് PAS ആണ് നമുക്ക് വരുന്ന യൂണിറ്റ്. ഓക്കെ, വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് PAS ആണ്. അപ്പൊ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ചില ഇതിന്റെ വിസ്കോസിറ്റി എത്രയാണെന്ന് നോക്കുന്നത്, എയറിൽ നമുക്ക് വരുന്നത് 10⁻⁵, വാട്ടറിൽ 10⁻⁻3, ഒലീവ് ഓയിലിൽ 10⁻⁻1 ആൻഡ് ലിക്വിഡ് ഹണി എന്ന് പറയുന്നത് 10⁻1 അല്ലെങ്കിൽ 10 ആണ് നമുക്ക് വരുന്ന വിസ്കോസിറ്റി. ഓക്കെ, അറ്റ് റൂം ടെമ്പറേച്ചറിൽ വരുന്നത്. ഓക്കെ, അടുത്ത ഒരു റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആണ് സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. സ്റ്റോക്സ് ലോ ഇക്വേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു F is equal to 6π eta r into V എന്നാണ് വരുന്നത്. ഓക്കെ, ഇതിൽ r എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ് ഓഫ് ദ സ്ഫിയർ ആണ്, 6π എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, r is the radius of the sphere and eta എന്ന് പറയുന്നത് എന്താണ്, it is the coefficient of viscosity നെയാണ് eta എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. Then V which is the velocity of the object. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഒന്ന് നോക്കണം, F which is equal to 6π eta rv. Then what is the term called terminal velocity? Terminal velocity എന്ന് പറഞ്ഞാൽ എന്താണ്, the constant velocity attained by a body as it falls down through a fluid medium. ഒരു ഫ്ലൂയിഡ് മീഡിയത്തിലൂടെ ഒരു ബോഡി താഴേക്ക് വീഴുമ്പോൾ അത് അറ്റൈൻ ചെയ്യുന്ന ആ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിനെയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്നുള്ള ഒരു ടേമിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇക്വേഷൻ ആണ് Vt is equal to 2r² rho minus sigma into g divided by 9 eta എന്നുള്ളതാണ് ഒരു ഇക്വേഷൻ. ഓക്കെ, വേർ റോയും സിഗ്മയും നമുക്കറിയാം, ഇറ്റ് ഈസ് ദ mass densities of sphere and fluid ആണ്. Sphere mass density അതുപോലെ fluid mass densities ആണ് റോയും സിഗ്മയും. G which is the acceleration due to gravity, R is the radius of the sphere and eta which is the coefficient of viscosity. Okay, അപ്പോൾ ഈ രണ്ട് ടേംസുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. സ്റ്റോക്സ് ലോ ഇക്വേഷൻ എന്താണെന്ന് നോക്കണം, അതുപോലെ തന്നെ ടെർമിനൽ വെലോസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് റെയ്നോൾഡ്സ് നമ്പർ ആണ്. ഓക്കെ, the turbulence in a fluid is determined by the parameter called Reynolds number. അപ്പോൾ ഒരു വെള്ളത്തിന്റെ ആ ഒരു ടർബുലൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ ടർബുലൻസ് മനസ്സിലാക്കുന്ന ആ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് ആൻ ഇക്വേഷൻ Re is equal to rho v d by mu ആണ് വരുന്നത്. Okay, rho e that is Re Reynolds number is equal to rho v d by mu ആണ് വരുന്നത്. R എന്ന് പറഞ്ഞാൽ റെയ്നോൾഡ്സ് നമ്പർ ആണ്, rho എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, v is the velocity and d is the dimension, mu is the viscous coefficient. Okay, അപ്പോൾ ഒരു ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു റെഗുലർ പാത്ത് ഫ്ലോ ആയിരിക്കും അല്ലെ, ഒരു റെഗുലർ ആയിട്ട് ഒരു ഫ്ലോ പാത്ത് ആയിരിക്കും ഇത് ഈ ലിക്വിഡ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാനായിട്ട് എടുക്കുന്നത്. എന്നാൽ ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ലാമിനാർ ഫ്ലോയും എന്താണ് ടർബുലന്റ് ഫ്ലോ എന്ന് അല്ലെ. അപ്പൊ ഈ ഒരു ടർബുലന്റ് ഫ്ലോ കണ്ടില്ല, നമുക്കൊരു ഇങ്ങനെ ഒരു കറക്റ്റ് ഓർഡറിലായിരിക്കില്ല ഈ ഒരു ഫ്ലോ ഉണ്ടാകുന്നത്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു ഇക്വേഷൻ വരുന്നത്. സോ റോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്, വി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ഫ്ലൂയിഡ്, ആൻഡ് ഡി ഇസ് ദ ഡയമെൻഷൻ ഓഫ് ദ പൈപ്പ്. ഓക്കെ, അത് എന്ത് വേണമെങ്കിലും ആകാം ഡയമെൻഷൻ എന്ന് പറയുന്നത്. Then eta is the viscosity ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡയമെൻഷണൽ നമ്പർ ആണ് വരുന്നത്, ഡയമെൻഷൻലെസ് നമ്പർ ആണ് ഈ ഒരു റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ RE അതായത് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1000 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ ലാമിനാർ ഫ്ലോ ആണ് വരുന്നത്. എന്നാൽ RE എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ ഇറ്റ് ഈസ് എ ടർബുലന്റ് ഫ്ലോ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ 1000 ആൻഡ് 2000 ആണെങ്കിൽ ഇറ്റ് ഈസ് എ അൺസ്റ്റഡി ഫ്ലോ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്നെണ്ണാണ് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട പോയിന്റുകൾ. മൂന്ന് വാല്യൂസ് ആണ് നമുക്ക് റെയ്നോൾഡ്സിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വാല്യൂയിൽ നിന്ന് നമുക്ക് ആ ഒരു ഫ്ലൂയിഡ് ഏത് രീതിയിലുള്ളതാണ് അല്ലെങ്കിൽ എത്രത്തോളമാണ് അതിന്റെ ടർബുലൻസ് ഉള്ളതെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ റെയ്നോൾഡ്സ് നമ്പർ അറ്റ് വിച്ച് ദ ലാമിനാർ ഫ്ലോ ബിക്കംസ് ടർബുലന്റ് ഫ്ലോ. ഒരു ലാമിനാർ അതായത് ഒരു സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു റെഗുലർ ആയിട്ട് ഒഴുകുന്ന വെള്ളം എപ്പോഴാണോ എനിക്ക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, എപ്പോഴാണോ എനിക്കൊരു ഇറഗുലാരിറ്റി ആയിട്ട് മൂവ് ചെയ്യുന്നത്, ആ ഒരു ടൈം നമ്പർ ആണ് എന്ന് പറയുന്നത് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത് ഒരു ടർബുലന്റ് ഫ്ലോ ആവുന്ന ആ ഒരു നമ്പറിനെയാണ് നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ടേം ആണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഒരു മാക്സിമം വെലോസിറ്റി ആണ്, ഒരു ഫ്ലൂയിഡിന്റെ മാക്സിമം വെലോസിറ്റി ആണ്. അവിടെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ട്യൂബിൽ ഉണ്ടാവുന്ന ഒരു മാക്സിമം വെലോസിറ്റി ആണ് ഫ്ലൂയിഡിന്റെ. അവിടെ ആ ഒരു സ്ട്രീം ലൈനിൽ തന്നെ ആ ഒരു ഫ്ലോ ഒഴുകുന്നതെങ്കിൽ, ഫ്ലോ നമുക്ക് റിമൈൻ സ്ട്രീം ലൈനിലാണെങ്കിൽ നമുക്ക് അതിനെ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയാം. ഒരു ട്യൂബിലുള്ള ഒരു ഫ്ലൂയിഡിന്റെ ഒരു മാക്സിമം വെലോസിറ്റി ആണ്. ആ വെലോസിറ്റിയിൽ ആ പറയുന്ന ഫ്ലൂയിഡ് സ്ട്രീം ലൈൻഡ് ആയിട്ട് തന്നെയാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയാം. So it can be find by using the formula V is equal to RE eta by rho D ആണ് വരുന്നത്. ഓക്കെ, RE eta by rho D ആണ് വരുന്നത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്രിൻസിപ്പിൾ ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ആ ഒരു തിയറി എന്താ അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ എന്താണ്, അതിന്റെ ഒരു ഇക്വേഷൻ എന്താണെന്ന് മാത്രമേ ഞാൻ ഈ ഒരു സ്ലൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദ മൂവിംഗ് ഫ്ലൂയിഡ് കംപ്രൈസിംഗ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എലിവേഷൻ, the energy associated with the fluid pressure and the kinetic energy of the fluid motion remains constant. ഈ ഒരു വലിയൊരു ഡെഫിനിഷൻ കണ്ട് പേടിക്കേണ്ട. നമുക്ക് ഇക്വേഷൻ എന്താണ്, P plus half PV square plus PGH which is equal to a constant അല്ലേ. അതായത് ഈ പറയുന്ന വാല്യൂ P എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ ആണ്. ഹാഫ് PV സ്ക്വയർ എന്ന് പറയുന്നത് ഹാഫ് MV സ്ക്വയർ എന്ന് പറയാം നമുക്ക്. അതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആ ഒരു കൈനറ്റിക് എനർജിയാണ്. ദെൻ പൊട്ടൻഷ്യൽ എനർജിയാണ് ഈ പറയുന്ന PGS എന്ന് പറയുന്നത്, അതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാം കൂടി ഒരു സം അല്ലെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്. റോ എന്ന് പറയുന്നത് ഇത് റോ ആണ് കേട്ടോ, റോ GH ആണ്, P അല്ല, സോറി, ഇത് മാത്രമാണ് P വരുന്നത്. ദെൻ റോ GH ആണ് വരുന്നത്, റോ സ്ക്വയറും റോ GH ആണ് വരുന്നത്. H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ കണ്ടെയ്നർ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് സ്ട്രീം ലൈൻ ഫ്ലോസിന് മാത്രമേ നമുക്ക് അത് വാലിഡ് ആവുള്ളൂ. അതുപോലെ തന്നെ ഓൺലി ഹോൾ ഫോർ ദി ഇൻകംപ്രസിബിൾ ലിക്വിഡിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് നമുക്ക് വിസ്കോസിറ്റിനെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ ഒരു ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കുന്നുണ്ട് എക്സാംസുകൾക്ക്. നമ്മൾ MCQ മാരത്തോണിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ടോപ്പിക്കുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ. ഓക്കെ, അതിന്റെ ഒരു ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് നോക്കണം. ഈ ഒരു ഇക്വേഷനും മറക്കരുത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്ന ഒരു ടേം ആണ് സർഫേസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ് സർഫേസ് ടെൻഷൻ എന്ന് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ദാറ്റ് ഒക്യൂർസ് when the surface of a liquid comes into contact with another phase. ഓക്കെ, അപ്പോൾ ഇത് എവിടെ നമുക്ക് ഒക്യൂർ ആവുന്നത് അല്ലെങ്കിൽ ഇത് എവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞെങ്കിൽ ഒരു ലിക്വിഡിന്റെ സർഫേസ് എന്ന് പറയുന്നത് വേറൊരു ഫേസ്, ഒരു ലിക്വിഡ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അതുമായിട്ടൊരു കോൺടാക്ട് വരുമ്പോഴാണ് നമുക്കൊരു സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ, അതല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ലിക്വിഡ്സ് അപ്പിയർ ടു ഹാവ് എ സ്മോളസ്റ്റ് പോസിബിൾ സർഫേസ് ഏരിയ. ആ ലിക്വിഡ്സിന് സ്മോളസ്റ്റ് പോസിബിൾ സർഫേസ് ഏരിയ ഒക്യൂർ ചെയ്താണ് നമുക്ക് ഈ പറയുന്ന സർഫേസ് ടെൻഷനിലേക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു എലാസ്റ്റിക് ഷീറ്റ് ആയിട്ടായിരിക്കും ഈ ലിക്വിഡിന്റെ സർഫേസ് നമുക്ക് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇക്വിലിബ്രിയം, ആ ഒരു ഇക്വിലിബ്രിയത്തിൽ വരുമ്പോൾ ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എനി അതർ പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ആൻ ഇമാജിനറി ലൈൻ on an independent surface of the fluid which is perpendicular to the line and the direction of the tangent line to the surface is called surface tension. അപ്പോൾ നമുക്ക് ടെൻഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു
എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത് അല്ലെ. ഒന്നുമല്ല, നമുക്ക് ഒരു ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈൻ ആയിട്ട് നമ്മൾ ആ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അത് ആ ഒരു സർഫേസ് ഓഫ് ദ ഫ്ലൂയിഡിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ആ പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ലൈനിന് പെർപെൻഡിക്കുലറും ആ ഒരു ടാൻജന്റ് ലൈനിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു സർഫേസ് ഓഫ് ടാൻജന്റിന് ടാൻജന്റ് ആയിട്ട് ആ ലൈനിന് നമുക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ സിഗ്മ എന്ന് ഡിനോട്ട് ചെയ്യും, അതല്ലെങ്കിൽ ക്യാപിറ്റൽ ടി. ഈ രണ്ട് ലെറ്ററിലും നമുക്ക് ഈ പറയുന്ന സർഫസ് ടെൻഷൻ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഒരു ഇക്വേഷൻ ആണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ മാത്തമാറ്റിക്കലി സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സർഫേസ് ആൻഡ് ലെങ്ത് ഓഫ് ദ സർഫേസ് അല്ലെ. ആ ഒരു ഫോഴ്സ് ആ ഒരു സർഫേസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതേപോലെ തന്നെ ഒരു ലെങ്ത്തിലും വരുന്ന റിലേഷൻ ആണ് നമുക്ക് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് T is equal to F/L ആണ്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് വർക്ക് ഡൺ ആ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ വർക്ക് ഡൺ W ടു ദ ചേഞ്ചിങ് ഏരിയ ഓഫ് ദ സർഫേസ്. അപ്പൊ T is equal to W by area. വർക്ക് ഡണ്ണും ആ ഒരു ഏരിയ ചേഞ്ച് തമ്മിലുള്ള ഒരു റേഷ്യോ ആണെന്നും കൂടെ നമുക്ക് പറയാം. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ് അല്ലെ. ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂട്ടണിലാണ് മെഷർ ചെയ്യുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് മീറ്ററിലാണ്. സോ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. SI യൂണിറ്റ് CGS നമ്മൾ പറയുമ്പോൾ 9 സെന്റിമീറ്റർ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സർഫസ് ടെൻഷൻ എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ടേം ആണ് സർഫസ് എനർജി എന്ന് പറയുന്നത്. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫേസ് ടെൻഷൻ ഇൻടു ചേഞ്ച് ഇൻ സർഫേസ് ഏരിയ. ഒരു സർഫേസ് ഏരിയയിലേക്ക് വന്നിരിക്കുന്ന ചേഞ്ചും അതിന്റെ സർഫസ് ടെൻഷനും തമ്മിലുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റിനെ നമുക്ക് സർഫസ് എനർജി എന്ന് പറയാം. വിച്ച് ഇസ് ഈക്വൽ ടു ES വിച്ച് ഇസ് ഈക്വൽ ടു T ഇൻടു ഡെൽ A ആണ്. T എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ടെൻഷൻ ആണ്. ഡെൽ A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻക്രീസിംഗ് സർഫസ് ഏരിയ ആണ്, അതായത് ചേഞ്ച് വരുന്നതാണ്. സോ SI യൂണിറ്റ് എന്താണ് വരുന്നത്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും ഡയമെൻഷൻ എന്ന് പറയുന്നത് MT⁻⁻2 ആണ്. അടുത്തൊരു ടേം ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലൂയിഡിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അതായത് നമുക്കൊരു റിലേറ്റീവ് മോഷൻ അഡ്ജസന്റ് ലെയേഴ്സുകൾ തമ്മിൽ വരുന്ന ആ ഒരു റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യാൻ വരുന്ന ആ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡിന്റെ റെസിസ്റ്റൻസ് ഫ്ലോ ചെയ്യുന്നതിനുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫ്ലൂയിഡ്സിന്റെ ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പോയിസിൽ അതായത് PL എന്നുള്ള രീതിയിലാണ് മെൻഷൻ ചെയ്യുന്നത്. അതർ യൂണിറ്റ്സുകൾ എന്തൊക്കെയാണ് വരുന്നത്? ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ സ്ക്വയർ മീറ്ററും വരുന്നുണ്ട്, പാസ്കൽ സെക്കൻഡ്സും വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഹീറ്റ് എനർജിക്കുള്ള ഒരു ഡെഫിനേഷൻ എന്ത് പറയാം? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഫ്ലോസ്. ഓക്കെ, ഒഴുകുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ്, അല്ലെങ്കിൽ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിങ് ആവുന്നത്. ഓക്കെ, It is the energy of random motion of molecules constituting the body. ആ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന മോളിക്യൂൾസിന്റെ റാൻഡം എനർജി, മോഷൻ ഓഫ് മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാൻഡം മോഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ആ പറയുന്ന എനർജി, ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഹീറ്റ് നോക്കുകയാണെങ്കിൽ SI യൂണിറ്റിൽ ജൂളും CGS എർഗും ആണ്. അപ്പൊ 1 ജൂൾ is equal to 10⁻⁷ എർഗ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? when mechanical work is converted into heat ആണ്. when Joule found that mechanical work നെ നമുക്ക് ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? W/Q is equal to J ആണ്. അപ്പൊ റേഷ്യോ ബൈ W/Q, വർക്ക് ബൈ ഹീറ്റ്. Q എന്ന് പറയുന്നത് ഹീറ്റ് ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് is equal to J ആണ്. ഓക്കെ, അപ്പൊ ജൂൾ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഈക്വലന്റ് ഓഫ് ഹീറ്റ് ആണ്. ഹീറ്റിന്റെ ഒരു മെക്കാനിക്കൽ ഈക്വലന്റ് എന്നാണ് ചോദിക്കുന്നത്? J, that is joules എന്ന് പറയുന്നത്. ഓക്കെ, J is not a physical quantity but a conversion factor involved when work is converted into heat or vice versa. അപ്പൊ J എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. ഓക്കെ, ജൂൾ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല, അതൊരു കൺവേർഷൻ ഫാക്ടർ ആണ്. അതായത് നമ്മളൊക്കെ വർക്കിനെ ഹീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹീറ്റ് വർക്കായിട്ടോ കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺവേർഷൻ ഫാക്ടർ ആണ് ഈ പറയുന്ന J എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് J എന്ന് പറഞ്ഞാൽ എന്താണ്? 4.186 ജൂൾ പെർ കലോറി ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്, 2 ടേംസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ. ഫസ്റ്റ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ എന്നുള്ള ഒരു ടേമിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു del L by L del T ആണ്. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ എന്നുള്ള ഒരു ടേമിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ഇൻടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് വോളിയം എക്സ്പാൻഷൻ ആണ്. അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഗാമയാണ്. ഓക്കെ, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഇൻടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ ഈ ആൽഫ, ബീറ്റ, ഗാമ ഇവർ 3 പേരും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം.
ഇനി ഈ പറയുന്ന ആൽഫ ബീറ്റ ഗാമ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ 2, അതല്ലെങ്കിൽ ബീറ്റ ഇസ് ഈക്വൽ ടു 2 ആൽഫയാണ്. ഓക്കെ, ദെൻ ആൽഫ ഇസ് ഈക്വൽ ടു ഗാമ ബൈ 3, അതല്ലെങ്കിൽ ഗാമ ഇസ് ഈക്വൽ ടു 3 ആൽഫ എന്നാണ്. അപ്പൊ ആൽഫ ഇസ് ഈക്വൽ ടു ബി ബൈ 2 ആണ്, ബീറ്റ ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു ഗാമ ബൈ 3 ആണ്. അപ്പൊ നമുക്ക് 6 ആൽഫ ഇസ് ഈക്വൽ ടു 3 ബീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഗാമ. അപ്പൊ ആൽഫ ഇസ് ടു ബീറ്റ ഇസ് ടു റേഷ്യോ പറയുകയാണെങ്കിൽ 1:2:3 എന്നാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു എക്സ്പാൻഷന്റെ റിലേഷൻസ് വരുന്നത്. അടുത്തൊരു ടോപ്പിക് ആണ് സ്പെസിഫിക് ഹീറ്റ്. എന്താണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ the specific heat of the material of a substance may be defined as the amount of heat required to raise the temperature of unit mass of substance through 1 degree Celsius. ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ആക്കുന്നതിന് ആവശ്യമായ ഹീറ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? സി ആണ്. അപ്പൊ amount of heat എന്ന് പറയുന്നത് ΔQ ആണ്. നീഡഡ് ടു ഇൻക്രീസ് ആക്കാനുള്ളത് ഡെൽറ്റ ആണ്. മാസ് എന്താണ്? എം ആണ്. ടെമ്പറേച്ചർ ഡെൽറ്റ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന സ്പെസിഫിക് ഹീറ്റിന്റെ ഇക്വേഷൻ എന്താണ്? സി ഇസ് ഈക്വൽ ടു ΔQ ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അതിന്റെ യൂണിറ്റ് ആണ് ജെ കിലോഗ്രാം പെർ 1, അതുപോലെ തന്നെ കെ പവർ -1. അതായത് കെ ജി എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റും കെൽവിൻ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചറിന്റെ യൂണിറ്റും ആണ്. ഇതിന്റെ ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ് വരുന്നത്. ഓക്കെ, ഇത് SI യൂണിറ്റിലുള്ള അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് മാസ് ഉള്ള സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഹീറ്റ് എന്താണോ ദാറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ, ഈ ഒരു ഗ്രാഫ് നമുക്ക് കണ്ടാൽ അറിയുന്നതാണ് അല്ലെ. ഗ്യാസ്, സോളിഡും ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത് അല്ലെ. സോ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സോളിഡ് ബിക്കം ടു ഗ്യാസ് അല്ലെ. സോളിഡ് ഒരു ഗ്യാസ് ആയി മാറുന്ന പ്രോസസ്സിനെ നമുക്ക് സബ്ലിമേഷൻ എന്ന് പറയാം. തിരിച്ച് ഗ്യാസ് സോളിഡ് ആവുന്നതിനെ നമുക്ക് സോളിഡിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ സോളിഡ് എന്ന് പറയുന്നത് മെൽറ്റ് ആയിട്ട് ലിക്വിഡ് ആകുന്നു, ലിക്വിഡ് വേപ്പർ ആയിട്ട് ഗ്യാസ് ആകുന്നു, എഗെയിൻ ഗ്യാസ് കണ്ടൻസേഷൻ പ്രോസസ് വഴി ലിക്വിഡ് ആകുന്നു, എഗെയിൻ ലിക്വിഡ് എന്ന് പറയുന്നത് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സോളിഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രാഫ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് അറിയുന്നതാണ്, ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. 3 ടൈപ്സ് ആണ് വരുന്നത്. കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കണ്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസസിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് എങ്ങനെയായിരിക്കും? ഒരു എനർജി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഒരു മോളിക്യൂളിൽ നിന്ന് വേറൊരു മോളിക്യൂളിലേക്ക് അത് ഡയറക്റ്റ് കോൺടാക്റ്റിലായിരിക്കും. ഓക്കെ, 2 മോളിക്യൂളുകൾ തമ്മിൽ ഡയറക്റ്റ് കോൺടാക്റ്റിൽ ഒരു സ്ഥലത്തിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെങ്കിൽ നമുക്ക് ആ പ്രോസസ്സിനെ കണ്ടക്ഷൻ എന്ന് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് എന്താണ്? ആ ഒരു മോളിക്യൂളിന്റെ പൊസിഷനോ അല്ലെങ്കിൽ അതിലൊന്നും ചേഞ്ചസ് വരുന്നുണ്ടാവില്ല. അത് ഉള്ള സ്ഥലത്ത് തന്നെ ആയിരിക്കും, പക്ഷെ ഡയറക്റ്റ് കോൺടാക്റ്റിലായിരിക്കും ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒരു വൈബ്രേറ്റ് മോഡിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ഷന്റെ സമയത്ത് നമുക്ക് അവിടെ ഒരു ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആ ഒരു മീഡിയത്തിൽ ഉള്ളതുകൊണ്ട് അതിനൊരു മൂവ്മെന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്നും അയൺസുകൾ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവുന്നത്. അത് നമുക്ക് അറിയുന്നതാണല്ലോ അല്ലെ. ജനറലി നമുക്ക് മോളിക്യൂൾസുകളിൽ മൂവ്മെന്റ്സ് വരാറില്ല കണ്ടക്ഷനിൽ. അടുത്തത് കൺവെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആക്ച്വൽ ആ ഒരു മൂവ്മെന്റ് ഓഫ് മീഡിയം പാർട്ടിക്കിൾസ് ആയിരിക്കും. ആ ഒരു ഹീറ്റ് ക്യാരി ചെയ്ത് പോകുന്ന ആ ഒരു പാർട്ടിക്കിളുകളുടെ മൂവ്മെന്റ്സ് വഴിയായിട്ടാണ് നമുക്ക് കൺവെക്ഷൻ പ്രോസസ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ്? ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ദ ബൾക്ക് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ആണ് വരുന്നത്. നമുക്ക് ബൾക്ക് ആയിട്ട് ഒരു മൂവ്മെന്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൺവെക്ഷൻ പ്രോസസ് ആണ് നടക്കുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് നമുക്ക് വിത്ത് ഫ്ലൂയിഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്യാസസോ ലിക്വിഡ്സോ എവിടെ വേണമെങ്കിലും നമുക്ക് ആകാൻ പറ്റും. അപ്പോൾ ഇനിഷ്യൽ ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയായിരിക്കും? ആ ഒരു ഒബ്ജക്റ്റും ഫ്ലൂയിഡും ആയിട്ടായിരിക്കും നടക്കുന്നത് ആ ഒരു കണ്ടക്ഷൻ പ്രോസസ് വഴി. പക്ഷേ ബൾക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഹാപ്പൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒരു കൺവെക്ഷൻ പ്രോസസ് വഴിയായിരിക്കും. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് കൺവെക്ഷൻ 2 ടൈപ്സ് ആണ് വരുന്നത്. ഒന്ന് നാച്ചുറൽ കൺവെക്ഷനും ഒന്ന് ഫോഴ്സ്ഡ് കൺവെക്ഷനും ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ് ഓരോ പ്രോസസ് എന്ന് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അടുത്തതാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോസസ് ആണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഹീറ്റ് ട്രാൻസ്ഫറിന്റെ വിച്ച് ഹീറ്റ് ഡയറക്ട്ലി പാസ്ഡ് ഫ്രം വൺ ബോഡി ടു അതർ ബോഡി വിത്തൗട്ട് എഫക്റ്റിംഗ് ദ മീഡിയം. മീഡിയത്തിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും പറ്റാതെ ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് to explain the heat transfer by radiation, it is now universally accepted that all bodies at all temperatures and all times are emitting energy. അപ്പൊ നമുക്ക് ഇത് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആണ് നമുക്ക് അല്ലെ. അപ്പൊ ഈ ഒരു എനർജി, അപ്പൊ നമുക്ക് ആ ഒരു എനർജി ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ടല്ലോ, ആ ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് മീഡിയത്തിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ചെയ്യാത്ത രീതിയിൽ ട്രാൻസ്ഫർ ആവുന്നത്, ആ ഒരു എനർജിനെ നമുക്ക് റേഡിയന്റ് എനർജി എന്ന് പറയാം.
that is in the form of electromagnetic waves ആണ്. Okay, ഇതിന് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പോയിന്റുകൾ വരുന്നത് എന്തൊക്കെയാണെന്ന് റേഡിയേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഫാസ്റ്റസ്റ്റ് മോഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിതൊരു സ്പീഡിന്റെ ലൈറ്റിന്റെ സ്പീഡിനനുസരിച്ചിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 3 × 10⁻⁷ മീറ്റർ/സെക്കൻഡിൽ ആ ഒരു വേഗതയിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, as all bodies radiate energy at all temperature and at all times, എല്ലാ ബോഡിയും എന്ത് ചെയ്യുന്നുണ്ട്, എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ എല്ലാ ടൈമിലും. ഓക്കെ, സോ റേഡിയേഷൻ ഫ്രം എ ബോഡി ക്യാൻ ബി നെവർ സ്റ്റോപ്ഡ്. പക്ഷെ നമുക്ക് ഒരു ബോഡിയിൽ നിന്നുള്ള റേഡിയേഷൻ നമുക്ക് ഒരിക്കലും നിർത്താനായിട്ട് സാധിക്കില്ല, പക്ഷെ നമുക്കത് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ എന്താണെന്നാണ്. ഓക്കെ, ഇപ്പോ ഒരു ഹോട്ട് ബോഡി നമ്മളൊരു കോൾഡ് ബോഡിയുടെ അടുത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് നേരങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ആ ഒരു ഹോട്ട് ബോഡി എന്ന് പറയുന്നത് അതിന്റെ ചൂട് കുറയുകയും ആ കോൾഡ് ബോഡി എന്ന് പറയുന്നത് കുറച്ച് കോൾഡ് കുറയും, അതായത് കുറച്ച് ചൂടാവാനായിട്ട് ചൂട് കൂടുമ്പോൾ എന്താവും, അവിടുത്തെ തണുപ്പ് കുറച്ച് കുറയും. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ട് ബോഡിയിൽ നിന്നും ഈ പറയുന്ന ഹീറ്റ് ചൂട് എന്ന് പറയുന്നത് ഈ കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒഴുകുകയാണ്, ഫ്ലോ ആവുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ബോഡി എന്താണ് പറയുന്നത്, ഏതിൽ നിന്നാണോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവിടെയാണ് നമുക്ക് ഹയർ ടെമ്പറേച്ചർ എന്ന് പറയാം. അതേപോലെ തന്നെ എവിടെയാണോ റിസീവ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് ലോവർ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ആ ഒരു ഹീറ്റിന്റെ ഡയറക്ഷൻ, നമുക്ക് ഫ്ലോ ഡയറക്ഷൻ എന്താണെന്നുള്ളത് കാണിക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി വിച്ച് ടെൽസ് ദ തെർമൽ സ്റ്റേറ്റ് ഓഫ് എ ബോഡി അല്ലെ. ആ ഒരു ഒരു ബോഡിയുടെ തെർമൽ സ്റ്റേറ്റ് നമുക്ക് തരുന്ന ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തെർമൽ സ്റ്റേറ്റ് ഓഫ് ബോഡി എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, അതൊരു ഹോട്ട്നെസ് ആകാം, അതല്ലെങ്കിൽ ആ ഒരു കോൾഡ്നെസ്, രണ്ടും ആകാം അല്ലെ. രണ്ടും തെർമൽ സ്റ്റേറ്റ് ആണ് പറയുന്നത്. It determines the direction of flow of heat when two bodies at different temperature are placed in contact. രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള രണ്ട് ബോഡികൾ നമ്മൾ അടുത്ത് വെക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ആ ഒരു ഹീറ്റിന്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അറിയുന്നതാണ് ടെമ്പറേച്ചർ എന്താണെന്ന് പറഞ്ഞാൽ, ഞാനൊരു ഡെഫിനിഷൻ വൈസ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി what are the main difference between heat and temperature? Heat എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. Then what are the main difference between the heat and temperature എന്ന് നോക്കാം. Okay, heat is the energy stored inside an object. ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിനെയാണ് നമുക്ക് ഹീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൾഡ്നെസ് ഓർ ഹോട്ട്നെസ് ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് മെഷേർഡ് ബൈ ടെമ്പറേച്ചർ. ചൂടോ അതല്ലെങ്കിൽ തണുപ്പ്, ഇത് രണ്ടും മെഷർ ചെയ്യുന്നതാണ്, ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹീറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ഇവിടെ നമുക്ക് കെൽവിൻ ആണ് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. The amount of heat energy contained in an object depends on its mass, temperature and material, which is the specific heat capacity. അപ്പോൾ ഒരു ഹീറ്റ് എത്രയൊക്കെ അതിലുണ്ടെന്നുള്ളത് അറിയുന്നെങ്കിൽ അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസ്, ടെമ്പറേച്ചർ, മെറ്റീരിയൽ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവയുടെ ആവറേജ് കൈനറ്റിക് എനർജി അല്ലെ, ആ ഒരു മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിനെയാണ് ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. The heat can be measured using principle of calorimetry or principle of method of mixers. ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹീറ്റ് മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ തെർമോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫീവർ ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് അറിയുന്നതാണ് ഒരു മെർക്കുറി തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെയുള്ള തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്, ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, two bodies that have a similar amount of heat, energy can differ in their temperature. രണ്ട് ബോഡികൾക്ക് സിമിലർ amount of heat ആണെങ്കിൽ അവയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കാം. എന്നാൽ ഇവിടെ അതുപോലെ തന്നെ സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ ഡിഫറെന്റ് amount of heat energy ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, when two bodies are in contact, the total amount of heat energy is the sum of the heat energy of the each object. ഇപ്പൊ രണ്ട് ബോഡികൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ സം ഓഫ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, രണ്ട് ബോഡികളുടെയും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, എന്നാൽ രണ്ട് ഒബ്ജക്റ്റുകൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെങ്കിൽ അവയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെപ്റ്റ് ഇൻ കോണ്ടാക്ട് ആണെങ്കിൽ റിസൾട്ടന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ടു ടെമ്പറേച്ചർ, രണ്ട് ബോഡികൾ തമ്മിലുണ്ടാകുന്ന ടെമ്പറേച്ചറായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എബിലിറ്റി ടു ഡു വർക്കാണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എബിലിറ്റി ടു ഡു വർക്കാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് മെഷർ ദ ഡിഗ്രി ഓഫ് ഹീറ്റ്, ആ ഒരു ഹീറ്റിന്റെ ഡിഗ്രി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, heat is the measure of how many molecules are in object multiplied by how much energy each molecule possesses. അല്ലെ, ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്,
ആ ഒരു ഒബ്ജക്റ്റിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടോ ആ ഓരോ മോളിക്യൂൾസും എത്രത്തോളം എനർജി പൊസസ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒരു മെഷർ ആണ് ഹീറ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ഹൗ ഫാസ്റ്റ് ദ മോളിക്യൂൾസ് മൂവ് വിത്തിൻ ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയാൻ പറ്റുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. The heat flows from hotter bodies to colder body. അല്ലേ? നമുക്കറിയാം ഒരു ഹീറ്റ് എന്ന് പറയുന്നത് കൂടുതൽ ചൂടുള്ളിടത്ത് നിന്ന് കുറഞ്ഞ ചൂടുള്ളിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. എന്നാൽ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? ഹീറ്റഡ്, അതായത് ടെമ്പറേച്ചർ നമുക്ക് ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കൂടും. എന്നാൽ കൂൾ ചെയ്തിട്ടുണ്ടെങ്കിലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിക്രീസ് ആകും. ഓക്കെ, ഇതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വേണമെങ്കിൽ ബ്ലാക്ക് ബോഡി പറയാം. ഓക്കെ, ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസിഡന്റ് റേഡിയേഷനെ പാസ് ചെയ്തിരിക്കുകയാണ്, അതിനെ പാസ് ചെയ്തിരിക്കുകയാണ്. ഒരു എനർജി റിഫ്ലക്ഷൻ ഒന്നും തന്നെ ഇല്ലാണ്ട് ആ ഒരു ഇൻസിഡന്റ് റേഡിയേഷനെ പാസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ബോഡിനെ നമുക്ക് ബ്ലാക്ക് ബോഡി എന്ന് പറയാൻ പറ്റും. അപ്പൊ അതെന്ത് ചെയ്യാണ്? ജസ്റ്റ് അബ്സോർബ് ചെയ്യുകയും റേഡിയേഷൻ അതിന്റെ ഇൻസൈഡിലേക്ക് അബ്സോർബ് ചെയ്യുകയും പ്രത്യേകിച്ച് വേറൊരു ഇല്ലാതെ നമുക്ക് അതിനെ പാസ് ചെയ്യുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് നമുക്ക് പറ്റും. അത് ആ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് റേഡിയേഷൻസിലും ഇത് പോസിബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ബോഡീസ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ റേഡിയേഷൻസ് അബ്സോർബേഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, അതിന് ഒരുപാട് പ്രോപ്പർട്ടീസുകൾ ഉണ്ട്. അത് നമുക്ക് ഫിസിക്സിൽ നമ്മൾ ഒരുപാട് പ്ലേസസ് നമ്മൾ ഇത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിൽ തന്നെ നിൽക്കുന്നതിനായിട്ട് ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് അതിന്റെ മസ്റ്റ് എമിറ്റ് റേഡിയേഷൻ, അല്ലെ, എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ ഇത് എമിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു തെർമൽ എക്വിലിബ്രിയം അവിടെ പോസിബിൾ ആവുകയുള്ളൂ. അല്ലേ? അപ്പൊ നമുക്ക് ഇതൊരു ഗുഡ് എമിറ്റർ ആയിരിക്കും കൂടി ചെയ്യണം, എന്നാലേ നമുക്കതൊരു കറക്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എമിറ്റിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അതായത് എത്രത്തോളം ഫ്രീക്വൻസിയിലാണോ അത് അബ്സോർബ് ചെയ്തിരിക്കുന്നത് അത്രത്തോളം തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എമിറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അതായത് എല്ലാ ഫ്രീക്വൻസിയിലും. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന ആ ഒരു റേഡിയേഷനെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് എന്താണെന്ന് മാത്രമേ നമ്മളിവിടെ പറയുന്നത്. അടുത്തത് നമുക്ക് വരുന്നതാണ് വെയിൻസ് ലോ, അതല്ലെങ്കിൽ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോയിൽ എന്താ പറയുന്നത്? ദ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഹാസ് ഡിഫറെന്റ് പീക്സ് ഓഫ് ടെമ്പറേച്ചർ അറ്റ് വേവ് ലെങ്ത്സ്. അല്ലെ, അതെന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചേഴ്സ് ആയിരിക്കും. അതായത് ലാംഡ മാക്സ് വിച്ച് ഇസ് ഈക്വൽ ടു B/T എന്നാണ് പറയുന്നത്. So B എന്ന് പറയുന്നത് എന്താണ്? വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് ആണ്, which is equal to 2.897 into 10 to the power -3 mK ആണ്. T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് കെൽവിൻസ് ആയിരിക്കും, അതായത് ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. T of T is equal to Ts plus T0 minus Ts into e to the power minus KT എന്നാണ്. ഓക്കെ, T എന്ന് പറഞ്ഞാൽ ടൈം ആണ്. T of T എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ബോഡിയുടെ ഗിവൺ ആ ഒരു തന്നിരിക്കുന്ന ബോഡിയുടെ ടൈം ടിയിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ആണ്. Ts എന്ന് പറയുന്നത് സറൗണ്ടിങ് ടെമ്പറേച്ചർ, T0 is the initial temperature of the body and K is a constant. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ടോപ്പിക് ആണ് സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ആ ഒരു ബ്ലാക്ക് ബോഡി ടെമ്പറേച്ചർ, ബ്ലാക്ക് ബോഡിയുടെ ആ ഒരു ടെമ്പറേച്ചറിനെയും അല്ലെങ്കിൽ അതിൽ എമിറ്റ് ചെയ്യുന്ന പവറിനെയും ഇതിനൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ എന്താണ് ലോ എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ എനർജി എമിറ്റഡ് or radiated per unit surface area of a black body across all wavelengths per unit time, which is directly proportional to the fourth power of the black body's thermodynamic temperature. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ എനർജി അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ ഒരു യൂണിറ്റ് സർഫേസ് ഏരിയയിൽ എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിന്റെ ഫോർത്ത് പവർ ഓഫ് ദ ബ്ലാക്ക് ബോഡീസ് തെർമോഡൈനാമിക് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ്, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ഈ ഒരു സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സോ മെയിൻ വീഡിയോസ് കണ്ടതിന് ശേഷം എക്സാമിന് പ്രീവിയസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ടോപ്പിക്സുകളാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ ഈ ഒരു വീഡിയോ പ്രിഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.